മൂവാറ്റുപുഴയിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികളെ കാണാതായി എന്ന വിവരം പുറത്തുവരുന്നുണ്ട്. ആവോലി പഞ്ചായത്തിലെ വള്ളിക്കടക്കടവിലാണ് അപകടം ഉണ്ടായത്. പരീക്കപ്പീടിക സ്വദേശി ക്രിസ്, വാഴക്കുളം സ്വദേശി അശ്വിൻ എന്നിവരെയാണ് കാണാതായത്. കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. എസ് ശരൺ നൽകും വിശദാംശങ്ങൾ. ശരൺ, എപ്പോഴാണ് അപകടമുണ്ടായത്? ഇപ്പോഴും തിരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണോ? കീർത്തന, വൈകിട്ട് 6:30 കൂടിയാണ് 2 വിദ്യാർത്ഥികളും അപകടത്തിൽപ്പെട്ടതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മൂവാറ്റുപുഴ ആവോലി പഞ്ചായത്തിലെ വള്ളിക്കടവിലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. അതായത് 2 വിദ്യാർത്ഥികൾ, പരീക്കപ്പീടിക സ്വദേശിയായ ക്രിസ്, വാഴക്കുളം സ്വദേശിയായ അശ്വിൻ, ഈ 2 വിദ്യാർത്ഥികളും +2 വിദ്യാർത്ഥികളാണ്. ഇവർ കാറ്ററിംഗ് ജോലികൾ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. ഇതിനിടയ്ക്ക് കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. പ്രധാനമായും നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയോടുകൂടി ഈ മൂവാറ്റുപുഴയിലെ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു, അതായത് നല്ല ഒഴുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ 2 വിദ്യാർത്ഥികളും ഒഴുക്കിൽപ്പെടുന്നത്. തുടക്കത്തിൽ ഫയർഫോഴ്സ് വിവിധ ഇടങ്ങളിൽ, അതായത് മൂവാറ്റുപുഴ അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിച്ച് വലിയ തിരച്ചിൽ നടത്തുന്നു. അതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്കൂബ ടീമിനെ എത്തിച്ചുള്ള വലിയ തിരച്ചിലിലേക്ക് നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ട് 3.5-4 മണിക്കൂർ പിന്നിടുകയാണ്. ഇപ്പോഴും 2 വിദ്യാർത്ഥികളെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ശരൺ, രാത്രിയാണ് എങ്കിലും സാധ്യമായ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ട്. രാത്രി ഇന്ന് തെരച്ചിൽ തുടരാൻ തന്നെയാണോ തീരുമാനം? ശരൺ, റീജിയത്ത് ഇതുവരെയും ഇത് അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികളെ എത്രയും വേഗത്തിൽ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ തിരച്ചിൽ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാത്രി കാലമായതിനാൽ തന്നെ അതിൻ്റെതായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. പക്ഷേ അത് മറികടക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വൈകിട്ട് 6:30 കൂടിയാണ് ഈ 2 വിദ്യാർത്ഥികളും അപകടത്തിൽപ്പെടുന്നത്. ഈ പുഴയിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു. ആ സമയത്താണ് അവർ കുളിക്കാനായി ഇറങ്ങുകയും അപകടത്തിൽപ്പെടുകയും ചെയ്തിരിക്കുന്നത്. നാട്ടുകാരുടെ വലിയ സാന്നിധ്യമുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഫയർഫോഴ്സും സ്കൂബ ടീമും ഒക്കെ ചേർന്ന് വലിയ തിരച്ചിൽ നടത്തുന്നത്. ശരി, എന്തായാലും തിരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. പുഴയിലെ ഒഴുക്ക് വർദ്ധിച്ചതായിരുന്നു തിരിച്ചടിയായത്. 2 +2 വിദ്യാർത്ഥികളെയാണ് കാണാതായത്. എസ് ശരണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.